ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ CPM ബന്ധപ്പെട്ട് ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഒരുപാട് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോഴും എങ്ങനെയാണ് പഠിച്ചു തീർക്കേണ്ടത്. ഇനി ആകപ്പാടെ ഒരു 60-ൽ താഴെ ദിവസങ്ങൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഒരുപാട് പേര് കൺഫ്യൂഷനായിട്ട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം പരിഹാരമായിട്ട്, ഇതിനെല്ലാം മറുപടിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ CPO പരീക്ഷ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം വരെ കാണുക. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് CPOയുടെ സിലബസ് ആണ്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഏവരുടെയും കയ്യിൽ ഉണ്ടാകുന്നൊരു സാധനം തന്നെയാണ് സിലബസ് എന്ന് പറയുമ്പോൾ അല്ലേ. ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഓക്കെ 5, 5, 5, 15 മാർക്ക് ആ ഒരു മേഖലയിലുണ്ട്. ഇന്ത്യൻ ഭരണഘടന, അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏറ്റവും വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ് ഇന്ത്യൻ ഭരണഘടന, 8 മാർക്കിനാണ്. കേരളം ഭരണം, ഭരണ സംവിധാനവും 3 മാർക്ക്. ഈ 8ഉം 3 നമുക്ക് ഒരുമിച്ച് വേണേൽ പഠിക്കാം, 11 മാർക്കിൻ്റെ ടോപ്പിക്കായി. പിന്നെ ബയോളജി 4, ഫിസിക്സ്, കെമിസ്ട്രി 3 മാർക്ക് വീതം 6 മാർക്ക്. അങ്ങനെ അവിടെ സയൻസിന് മാത്രം കിട്ടുന്നു 10 മാർക്ക്. ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കിനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ് വരുന്നത്, കലാകായിക സംസ്കാരം 4 മാർക്ക്. അത് ഇത്രയും പഠിക്കുമ്പോൾ 4 മാർക്കേ ഉള്ളൂ, ആലോചിക്കുക. പിന്നെ അടുത്ത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 10, 10, 10, 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്. അങ്ങനെ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളേവരും CPM ബന്ധപ്പെട്ട് എഴുതാനായിട്ട് പോകുന്നത് 100 മാർക്കിൻ്റെ പരീക്ഷ. ഇത് ഏവർക്കും വളരെ വ്യക്തമായി തന്നെ അറിയാം. ഓക്കെ, ഇതിനെപ്പറ്റിയാണ് ആദ്യം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവേണ്ടത്. പലർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ്. പരീക്ഷ ഇത്രയും അടുത്തിരിക്കുന്നു, അപ്പോൾ പോലും പലർക്കും ഞാൻ ഈ പറഞ്ഞതുമായിട്ടൊരു ധാരണയില്ല. ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങളുടെ മാക്സിമം കൺഫ്യൂഷൻസ് തീർക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ഓരോ വിഷയങ്ങളിലേക്കും എടുത്തിട്ട് ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം, ഏതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ശ്രദ്ധാപൂർവ്വം ഇരിക്കുക. നിങ്ങൾക്കിവിടെ കാണാം അല്ലേ, ചരിത്രമാണ് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മേഖലയല്ല ചരിത്രം, എങ്കിൽ പോലും ചരിത്രത്തിൽ നിങ്ങൾ നോക്കിയിരിക്കേണ്ട, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് വേണം. ഇത്രയും ടോപ്പിക്ക് നോക്കിയിട്ടാണ് ഞാനൊരു പരീക്ഷയ്ക്ക് പോകുന്നത് എന്നൊരു ഫീൽ ഉണ്ടാവാൻ വേണ്ടി പറയാൻ പോകുന്ന ചില ടോപ്പിക്കുകളാണ്, എടുത്തു പറയാൻ പോകുന്ന ചില ടോപ്പിക്കുകളാണ്. വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക. കേരള ചരിത്രത്തിൽ നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിതാ ഇവിടെ മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെയുള്ളവരുടെ ഭരണകാലഘട്ടത്തിൽ നിന്നും അവരുടെ ഭരണ മുന്നേറ്റത്തിനെ പറ്റി ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വന്നാലായി എന്നേ പറയാൻ പറ്റൂ. പിന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഹൈ പ്രോബബിലിറ്റി, ഞാൻ ഈ പറയുന്നതിൽ ഏറ്റവും ഹൈ പ്രോബബിലിറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് സാമൂഹ്യ മതനവോത്ഥാന പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് നിന്നും ചോദ്യം ഹൈ പ്രയോറിറ്റിയിൽ വരാം. അത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോകുക. അത് ഏത് തസ്തികയ്ക്കും വരാം. ഓക്കെ, CPOയ്ക്ക് വേണ്ടി മാത്രമല്ല, ഏത് തസ്തികയ്ക്കും വരാം. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ ഇത്രയുമെങ്കിലും പഠിച്ചിട്ട് പോവുക. ഇത്രയുമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. യൂറോപ്യന്മാരുടെ ആഗമനം നിങ്ങൾക്ക് കുറേ അറിയാം, ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച് തളർന്ന ടോപ്പിക്കാണ്. പക്ഷേ ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ചില ടോപ്പിക്കുകളാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ചരിത്രം ഇത് മുഴുവൻ പഠിക്കാൻ തീരില്ല. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ PSC നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ 100 മാർക്കിൻ്റെ സിലബസ് എടുത്ത് വെച്ച് മാർക്ക് ചെയ്ത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊട്ടും ആപ്ലിക്കബിൾ അല്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഭാഗങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ തപ്പിപ്പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഈ ഭാഗത്തു നിന്നും PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ തപ്പിപ്പറക്കിയെടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ PSC ചോദിച്ച ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് പോലും അറിയാത്തൊരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വന്നു ചേരും. ചുരുങ്ങിയ സമയം കൊണ്ട് പഠനം എങ്ങനെ എഫക്റ്റീവ് ആക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് ഇന്ത്യ ചരിത്രത്തിലോട്ട് വരുമ്പോൾ ഇവിടെ നോക്കൂ. 1ാം സ്വാതന്ത്ര്യ സമരം പലപ്പോഴും കലാപകാരികളും അവരുടെ പ്രദേശങ്ങളും ചോദിക്കാറുണ്ട്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ പറ്റി ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അവിടെ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ പറ്റി ചോദിക്കാറുണ്ട് അല്ലേ. അതെല്ലാം പിന്നെ നമ്മുടെ മംഗൽ പാണ്ഡെയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അവരുടെ പെയിൻറ്റിങ്ങുകളെ പറ്റി ചോദിക്കാറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ പുസ്തകങ്ങൾ, നമ്മുടെ ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം, മാസം, തീയതി, ഇതൊക്കെ PSC ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളതാണ്. ഡൽഹൌസിയുടെ ഭരണ നയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണല്ലോ ഇത് തുടങ്ങാനുള്ള കാരണം. ആ സമയത്തെ ഗവർണർ ജനറലിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതൊക്കെ അത് പഠിക്കണം. പിന്നെ INC-യുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പ്രധാനമായിട്ടും സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് പോയിരിക്കണം ഉറപ്പായിട്ടും. പുനഃസംഘടനയിൽ നിന്നൊരു ചോദ്യം, 2023 പല പരീക്ഷയും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ 2024 അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല.
അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയുമെങ്കിലും പഠിച്ചിട്ട് പോവുക. ഞാൻ ഈ അടയാളപ്പെടുത്തുന്ന ടോപ്പിക്കുകൾ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുക. കാരണം ഇതെല്ലാം ഒരുമിച്ച് ഒന്നേന്നെടുത്ത് വായിച്ചിട്ട് പോകാൻ നിൽക്കരുത്, ഒരുപാട് സമയമെടുക്കും. കാരണം നമുക്കൊരു പ്രോപ്പർ റിവിഷൻ്റെ സമയത്താണ് പലരും എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. ഇതൊരു റിവിഷൻ്റെ സമയമായിട്ടാണ്. ഇപ്പം ഞാനൊക്കെ 2023 അവസാനം ഈ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് ജൂൺ മാസം 8-ാം തീയതി ഇന്നേക്ക് എന്താണ് ഈ പറയുന്ന പോലെ ജൂൺ മാസം 8-ാം തീയതി CPO പരീക്ഷ നടന്നിട്ട് 1 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ പരീക്ഷ എഴുതിയിട്ട് 1 വർഷം തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് മെയ് വരെയുള്ള മാസങ്ങളിൽ ഞാൻ ടോപ്പിക്ക് പഠിച്ച് തീർക്കുകയും ആ മെയ് മുതൽ ഇത്രയും നാളും നല്ലൊരു റിവിഷൻ സാധ്യമാവുകയും ചെയ്തൊരു സമയമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിലും ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ വിപ്ലവങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചോദ്യമെങ്കിലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ വിപ്ലവങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് പോവുക. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി. ഇതിനുവേണ്ടി ഒരുപാട് സമയം കളയരുത്. പിന്നെ 2ാം ലോക മഹായുദ്ധം ചോദിക്കാം, ഐക്യരാഷ്ട്ര സംഘടനയും ചോദിക്കാം. അപ്പോൾ ഹിസ്റ്ററിയിൽ ഇത്രയും ടോപ്പിക്കുകളാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇത്രയുമെങ്കിലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സഹായത്തോടെ പഠിക്കുക. ഞാൻ ഈ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ പോയി ഒന്നേന്ന് ടോപ്പിക്ക് എടുത്ത് വെച്ച് വായിക്കാനല്ല പറഞ്ഞു തരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സഹായത്തോടു കൂടി ഈ ടോപ്പിക്കുകളെ അഡ്രസ്സ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ശരി, അടുത്ത് നമുക്ക് ഭൂമിശാസ്ത്രം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം പിന്നെ ലോക ഭൂമിശാസ്ത്രവും ഇന്ത്യ ഭൂമിശാസ്ത്രവും കേരള ഭൂമിശാസ്ത്രവും അടങ്ങുന്നതാണ് 5 മാർക്കിൻ്റെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക്. അവിടെ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ എന്താണ്, ഭൂമിയുടെ ഘടന കൃത്യമായി പഠിച്ചിട്ട് പോവുക. അന്തരീക്ഷവും പാറകളും ചോദ്യം വന്നിട്ടുണ്ട്. പാറകൾ കഴിഞ്ഞ പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ CPOക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാപ്പുകൾ, ടോപ്പോഗ്രഫി ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടില്ല, പക്ഷേ പഠിക്കുക. വിദൂര സംവേദവും കൂടെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇതൊന്നും നോക്കുക. പിന്നെ ഇന്ത്യൻ ഭൂപ്രകൃതി വരുമ്പോഴത്തേക്ക് ഉത്തരപർവ്വത മേഖല പഠിക്കുക, നദികളെ പറ്റി പഠിക്കാം, സമതല അവിടുത്തെ കൃഷി, ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി പഠിക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. കേരളവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നദികളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, പിന്നെ പ്രധാനമായിട്ടും വന്യജീവി സങ്കേതങ്ങൾ അങ്ങനെ ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. മിക്കവാറും ഉള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ജില്ലകളിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ ഒരു ചോദ്യത്തിനപ്പുറത്തേക്ക് കേരള ജോഗ്രഫി ചോദിച്ചിട്ട് കുറേ നാളായി. കഴിഞ്ഞ CPOക്കൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് ചോദ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് പ്രയോറിറ്റി സെറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണമുണ്ടാകും. ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ചോദിക്കണമെങ്കിൽ ഇവിടെ നിന്നൊരു ചോദ്യം എടുത്ത് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം കഴിഞ്ഞ 2024 നടന്നിട്ടുള്ള പരീക്ഷകളിലായാലും 2023 നടന്നിട്ടുള്ള പരീക്ഷകളായാലും ഈ ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ കയറി വന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹൈ പ്രോബബിൾ ആയിട്ട് പറഞ്ഞിരുന്നത്. ഇത്രയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. കാരണം ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ടൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യാം, ഒന്ന് വ്യക്തമാക്കി പഠിച്ചിട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, അടുത്ത ഇതിലോട്ട് പോകാം. എക്കണോമിക്സിലേക്ക് വരുമ്പോൾ 5 മാർക്കിൻ്റെ ടോപ്പിക്കാണ്, പക്ഷേ വളരെ ചെറിയ സിലബസാണ്. 5 മാർക്കിൻ്റെ ടോപ്പിക്കിൽ വളരെ ചെറിയൊരു സിലബസാണ്. നമ്മൾ നേരത്തെ ചരിത്രവും ഭൂമിശാസ്ത്രവും പരിശോധിച്ചപ്പോൾ നമുക്കറിയാം അത്രയും വാസ്റ്റായിട്ട് കിടക്കുന്ന ടോപ്പിക്ക് ഇന്ന് ആകെ ചോദിക്കുന്ന 5 മാർക്കിനേ ഉള്ളൂ. പക്ഷേ നമ്മൾ ധനതത്വശാസ്ത്രത്തിൻ്റെ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് വരുമ്പോൾ എന്താണ്, ഇത്രയും 5 മാർക്കിന് വളരെ ചെറിയൊരു സിലബസേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ സിലബസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 9ാം പഞ്ചവത്സര പദ്ധതി നമ്മൾ റെഗുലേറ്ററിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്ലാനിംഗ് കമ്മീഷനുമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു വലിയ നയമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നത്. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ നീതി ആയോഗ് അല്ലേ, വളരെ തിങ്ക് ടാങ്ക് എന്നൊക്കെ പോലും പലപ്പോഴും ചോദിച്ച് ചിന്താ നന്ദി എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു ടോപ്പിക്കാണ് നീതി ആയോഗ് എന്ന് പറയുമ്പോഴത്തേക്കും. ആ നീതി ആയോഗിനെ പറ്റി എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളെ പറ്റി NEP ഓഫ് 1991 നല്ല ടോപ്പിക്കാണ്, പഠിച്ചിട്ട് പോവുക. പിന്നെ ആണ് RBI പറ്റി ചെറിയ ചില ചോദ്യങ്ങൾ, ഒരു ഡിഗ്രി ലെവലിലെ പോലെ വളരെ ഡെപ്തിലോട്ട് ചോദ്യങ്ങൾ പോവില്ല. പക്ഷേ എന്നാലും ഒരു മോഡറേറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ഈ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതൊന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെയാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഹരിത വിപ്ലവം, പലതരത്തിലുള്ള വിപ്ലവങ്ങളുണ്ട്, അതിൽ നിന്നും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകുന്നത്
വളരെ നല്ലതായിരിക്കും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കുക. വളരെ ചെറിയ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സഹായത്തോടു കൂടി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ 5 മാർക്കിൻ്റെ സെഗ്മെൻറ്റ്സുകളിൽ ഒട്ടുമേ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ഭാഗമാണ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ. കാരണം 5 മാർക്കേ ഉള്ളൂ. ഇത്രയും കുറച്ച് മാത്രം പഠിച്ചാൽ മതി. PSCയുടെ ഏറ്റവും പിന്നെ കുറച്ച് എഫേർട്ടിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ടോപ്പിക്കുകളിലൊന്നായിട്ട് നമുക്ക് നമ്മുടെ എക്കണോമിക്സിനെ കാണാം. അടുത്ത നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവാൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ഭരണഘടനയെ പറ്റിയാണ്. കാരണം ഈ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ നോക്ക് 8 മാർക്കിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ ഏത് പരീക്ഷയ്ക്ക് 8 മാർക്കിന് ഈ പരീക്ഷ കാണാൻ സാധിക്കും? നോൺ യൂണിഫോം ജോബുകളിൽ കൂടിപ്പോയ 5 മാർക്ക്. സെക്രട്ടറി അസിസ്റ്റൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാൽ പോലും എന്താണ് നമ്മൾ ഒരു 5 മാർക്കൊക്കെയാണ് LD പരീക്ഷയ്ക്കൊക്കെ ഉള്ളത്. പക്ഷേ CPO, CEO, IRB, നമ്മുടെ ഫയർമാൻ ഫയർ വുമൺ, ബീറ്റ് ഫോറസ്റ്റ് 8 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. ഈ 8 മാർക്കിൻ്റെ ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇത്രയും മാത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും മാത്രം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അത്രയും വാസ്റ്റ് പോർഷൻസിൽ നിന്ന് 5 മാർക്ക് മാത്രം ചോദിക്കുമ്പോൾ ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തുനിന്ന് ഇത്രയും പഠിക്കുമ്പോൾ 8 മാർക്ക് കിട്ടുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് പറയാനുള്ളത് അമെൻമെൻറ്റുകൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. 106ാമത്തെ അമെൻമെൻറ്റ് പോലും പഠിച്ചിട്ട് 106, 105 പഠിച്ചിട്ട് പോവുക. അതൊക്കെ ഒരു കറണ്ട് അഫെയറിൻ്റെ ഭാഗത്തോ അല്ലാന്നുണ്ടെങ്കിൽ ആപ്റ്റായിട്ടുള്ള ചോദ്യങ്ങളായിട്ടോ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വനിതാ സംവരണം, നാരി ശക്തി വന്ദൻ അധിനിയം അത് പഠിച്ചിട്ട് തന്നെ പോവുക. അതുമായിട്ട് ബന്ധപ്പെട്ട് ഭേദഗതി വരുത്തിയിട്ട് ആർട്ടിക്കിൾ നോക്കുക. സംവരണ മാർക്കൊക്കെയാണ്. സംവരണം എപ്പോൾ നിലവിൽ വരും? 2026 അല്ലേ? ആ ഡീലിമിറ്റേഷൻ കമ്മീഷനിലേ വരൂ. ആ സെൻസസ് കഴിഞ്ഞിട്ടേ വരൂ. എത്ര വർഷത്തേക്കാണ്? അതൊക്കെ പഠിച്ചിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലിസ്റ്റുകളെ പറ്റി കൃത്യമായ രീതിയിൽ ചോദ്യങ്ങൾ വരും. ആ ലിസ്റ്റുകൾ പഠിച്ചിട്ട് പോവുക. അതായത് എന്നെ വളരെ കുഴപ്പിച്ചൊരു ചോദ്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതായത് ഇതിൽ ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതെന്ന് പറഞ്ഞു. ഞാൻ വലിയ കാര്യത്തിൽ യൂണിയൻ ഇതുണ്ടല്ലോ അത് അടിച്ച് തെറ്റിച്ചു. ടാക്സ് ആൻഡ് ബിൽഡിങ്സ് ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ പോലും അത് ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തിട്ട് പോവുക. പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഏറ്റവും റേഞ്ചിലുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളൊരു +2 ലെവൽ പരീക്ഷയായിരുന്നു 2023 ഡിസംബർ മാസം 23-ാം തീയതി നടന്ന ഫയർമാൻ്റെ പരീക്ഷ. ഈ ഫയർമാൻ്റെ പരീക്ഷയിൽ പഞ്ചായത്ത് രാജിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെയേറെ കുഴപ്പിക്കാനും ആ ചോദ്യങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അതൊന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ മൗലിക അവകാശം, നിങ്ങളിത് ഒന്നും സ്കിപ്പ് ചെയ്യണ്ട. ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട PQയുടെ സഹായത്തോടുകൂടി ഈ ടോപ്പിക്കുകളെല്ലാം പഠിച്ചാൽ 8 മാർക്ക് സ്വായത്തമാക്കുക. പക്ഷേ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കാര്യമായാലും എന്തായാലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് കൃത്യമായിട്ട് പഠിക്കുക. ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരികയാണ്. ഇതിലൂടെ ഒരു സംശയത്തിന് ഞാൻ വകവയ്ക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ 50 ടോപ്പിക്കൽ CPI ഉറപ്പായിട്ട് നോക്കിയിരിക്കേണ്ട 50 ടോപ്പിക്ക് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കാണുക. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത പ്രധാനമായിട്ട് കേരളം ഭരണ സംവിധാനം 3 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ തണ്ണീർത്തട സംരക്ഷണം, ദുരന്ത നിവാരണം, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട് പിന്നെ പദ്ധതികൾ മെയിനായിട്ട് വന്നിട്ടുണ്ട്. ഭൂപരിഷ്കരണം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. സംസ്ഥാന സർവീസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങൾ കേരളത്തിലുള്ളത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇത്തരം ടോപ്പിക്കുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്. അതായത് മാറി തിരിഞ്ഞ് വരാം. പദ്ധതികളായിരിക്കും മിക്കവാറും ചോദിക്കുക. ചിലപ്പോൾ 3 ചോദ്യങ്ങളും പദ്ധതികളായ പരീക്ഷകളും ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഭാഗം വളരെ കുറച്ച് എഫേർട്ട് എടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. PQൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഇതൊരു വലിയ ടോപ്പിക്കാണ്. സത്യം പറഞ്ഞാൽ തലവേദന എടുക്കുന്ന ടോപ്പിക്കാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി തലവേദന എടുക്കുന്ന ടോപ്പിക്കാണ് സാഹിത്യം, സംസ്കാരം, പിന്നെ നമ്മുടെ എന്താണ് സ്പോർട്സ് കാര്യങ്ങളല്ല. പക്ഷേ എനിക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റിയ മേഖല ഇത് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഇവിടെ നിങ്ങൾക്ക് എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ നോക്കാം. പ്രശസ്തമായ വരികൾ, കൃതികൾ എഴുത്തുകാർ മറ്റേതുണ്ടല്ലോ, ക്ഷീരമുള്ളോരകിടിഞ്ചുവട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ തന്നിട്ട് ചിലപ്പോൾ ചോദിക്കാം, അതെടുക്കാം. പിന്നെ മലയാളം പത്രപ്രവർത്തനം ഒരുപാട് ആളായി ചോദിച്ചിട്ട്. പിന്നെ കഥാപാത്രങ്ങൾ, കൃതികൾ നിങ്ങൾക്ക് ചോദിക്കാം. അത് കറണ്ട് അഫെയറിൻ്റെ ഭാഗത്ത് ഉൾപ്പെടുത്തി ചോദിക്കാം. അതായത് MT സാറ് 2024 ഡിസംബർ 25 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നും കഥാപാത്രങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ പ്രധാനപ്പെട്ട അവാർഡുകളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പഠിച്ചിട്ട് തന്നെ പോവുക. ജ്ഞാനപീഠം നല്ലൊരു ടോപ്പിക്കാണ്. പിന്നെ സംസ്കാരം വരുമ്പോഴത്തേക്കും മിക്കതും ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് നോക്കി വെച്ചിരിക്കുക. പിന്നെ കായിക രംഗമാണ് നല്ലപോലെ ചോദിക്കാൻ സാധ്യതയുള്ളത്. പ്രധാനപ്പെട്ട കായിക അവാർഡുകൾ ജേതാക്കൾ, അർജുന അവാർഡൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഒളിമ്പിക്സ് ചോദിക്കും. വിൻ്റർ ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് ഒക്കെ ചോദിക്കും. ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്.
അപ്പം അവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഗെയിംസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ കലയുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ പ്രശസ്തരായ വ്യക്തികൾ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്, അത് ഒന്ന് നോക്കുക. പിന്നെ പ്രശസ്തരായ എഴുത്തുകാരെ വല്ലപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം ഈ 4 ക്വസ്റ്റ്യൻ ഇത്രയും ടോപ്പിക്കുണ്ട്. അതായത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വാസ്റ്റ് ടോപ്പിക് ഇതാണ്. 4 മാർക്കിന് കുന്നോളമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് നമുക്ക് ബയോളജിയുടെ മേഖലയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ആർദ്രം പദ്ധതി 2016 നിലവിൽ വന്നു. ആ ഒരു WCPക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊന്നും പ്രതീക്ഷിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ അല്ലേ, നമ്മൾ പുകവലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അത് പിന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങളെ പറ്റി ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും നന്നായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ വൈറ്റമിൻസിൻ്റെ ഭാഗത്ത് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ 3 ടോപ്പിക്കുകൾ അധികം ഇത് ചോദിച്ചാൽ പോലും ഈ 2 ടോപ്പിക്കുകൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, വളരെ കുറച്ച് പഠിക്കുമ്പോൾ 4 മാർക്കിൻ്റെ ടോപ്പിക്ക് കിട്ടും. ആരോഗ്യപരമായ പദ്ധതികൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് ഭൗതികശാസ്ത്രം ഞാൻ പേഴ്സണലി പഠിച്ചിട്ടുള്ള ആളല്ല, പക്ഷേ എന്നാൽ പോലും ഞാൻ PYQൻ്റെ സഹായത്തോടെ മുഴുവനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു PYQൻ്റെ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കെമിസ്ട്രി അങ്ങനെ തന്നെ പഠിക്കാം. കെമിസ്ട്രിയും 3 മാർക്കിൻ്റെ ടോപ്പിക്കാണ്, അതും അങ്ങനെ നോക്കാം. അടുത്ത് നോക്കുമ്പോൾ കറണ്ട് അഫെയർ എല്ലാവർക്കും ഭയങ്കര ഒരു പുകച്ചിലാണ് കറണ്ട് അഫെയർ എന്ന് കേൾക്കുമ്പോൾ. ആ പോസ്റ്റിൽ നമുക്ക് ഏറെക്കുറെ മാറ്റിത്തരാം. നമ്മൾ ഉറപ്പായും പഠിക്കേണ്ട കുറച്ച് കറണ്ട് അഫെയർസുമായിട്ടാണ് ഞാനിപ്പം കറണ്ട് അഫെയർ ടോപ്പിക്കുകളാണ് ഞാനിപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. സാഹിത്യ അവാർഡുകൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകുക, ചോദ്യമുണ്ട്. IPL ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവും. പാരാലിമ്പിക്സ്, ഒളിമ്പിക്സ് പഠിച്ചിട്ട് തന്നെ പോവുക. വേദികൾ, മത്സരങ്ങൾ, എന്തെങ്കിലും മത്സരങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിയോഗങ്ങൾ, പ്രധാനപ്പെട്ട മരണങ്ങൾ പഠിക്കുക. ആരൊക്കെ മരിച്ചു, എപ്പോഴൊക്കെ മരിച്ചു, എങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ വ്യക്തമായി തന്നെ പഠിച്ചിട്ട് പോകുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വിയോഗങ്ങൾ. അവരേത് മേഖലയിൽ പ്രശസ്തരായിരുന്നു, അവരെങ്ങനെ പ്രശസ്തരായി, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട കൃതികളോ മറ്റ് അവാർഡുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചിട്ട്, പ്രത്യേകിച്ച് MD വാസുദേവനായിട്ടുള്ള നല്ലപോലെ പഠിച്ചിട്ട് പോവുക. പിന്നെ ആരെങ്കിലും റീസെൻ്റ്ലി മരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കണ്ടെത്തി പഠിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ളതൊക്കെ കാര്യമായിട്ട് പഠിക്കുക. സുനിത വില്യംസിൻ്റെ നേട്ടമൊക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ ദിനങ്ങൾ, പ്രമേയങ്ങൾ മസ്റ്റ് ടോപ്പിക്കാണ്, മസ്റ്റ് ടോപ്പിക്കാണ് പഠിക്കുക. ക്ഷേമ പദ്ധതികൾ ഉറപ്പായിട്ടും പഠിക്കുക. നൊബേൽ സമ്മാനം, പുതിയ ക്ഷേമ പദ്ധതികൾ പഠിക്കുക. നൊബേൽ സമ്മാനം 2024 പഠിച്ചിട്ട് പോവുക. പത്മ പുരസ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബജറ്റ്, കേരളവും കേന്ദ്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സൂചികകൾ, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് സൂചികകൾ പഠിക്കുക. പിന്നെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ, ഒരുപാട് നിയമനങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അടുത്താണ് നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന മേഖല എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഈ പറയുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക, വളരെ 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 ശ്രദ്ധിക്കുക. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി സീരിയസ്. സ്പെഷ്യൽ ടോപ്പിക്കിൽ നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് 10 മാർക്കിനാണ്. ഇനി ഈ കാര്യത്തിൽ സംശയം ഉണ്ടാവരുത്. ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിക്കുന്ന കാര്യമാണ്. ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. എന്താണ് 10 മാർക്ക്? ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം സേഫ് ആക്കി വെക്കുക. 10 മാർക്ക് കിട്ടാനുള്ള കാര്യം സേഫ് ആക്കുക. പോക്സോ ആക്ട് വളരെ കുറച്ചുള്ളൂ, മുഴുവൻ പഠിക്കാം. കേരള പോലീസ് ആക്ട് വളരെ കുറച്ചുള്ളൂ, മുഴുവൻ പഠിക്കാം. NDPS, RT, ഇതെല്ലാം എന്താണ് 10 മാർക്ക്. ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് 10 മാർക്കാണ്. 5 ടോപ്പിക്കിന് 10 മാർക്ക് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. അത് വ്യക്തമായി പഠിക്കുക സുഹൃത്തുക്കളെ, വ്യക്തമായി പഠിക്കുക. ഒരു കൺഫ്യൂഷൻ ഇടയില്ലാതെ പഠിക്കുക. ഓക്കെ, സൈബർ ടാമ്പറിങ്ങിന് ശിക്ഷയുണ്ട്, ഐഡൻറ്റിറ്റി തെഫ്റ്റിന് ശിക്ഷയുണ്ട് അല്ലേ, പിന്നെ സൈബർ ടെററിസത്തിന് ശിക്ഷയുണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ച് മാറ്റുക. പിന്നെ RTIയുമായിട്ട് ബന്ധപ്പെട്ട് 5 ദിവസം, 40 ദിവസം, 10 ദിവസം ഇങ്ങനെ കുറേ കണക്കുണ്ട്, അതൊക്കെ പഠിക്കുക. ഇപ്പോഴത്തെ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെ പേരുകൾ പഠിക്കുക. അവർ പുനർനിയമനത്തിന് അർഹരാണോ, എത്രയാണോ അവരുടെ കാലാവധി, ഇതെല്ലാം പഠിച്ചിട്ട് പോവുക. ഇതെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, വ്യക്തമായിട്ടും വൃത്തിയായിട്ടും പഠിച്ചിട്ട് പോവുക. ഫസ്റ്റ് പ്രയോറിറ്റി എന്ത് ചെയ്യുക, ഇതിന് കൊടുക്കുക. കാരണം ഇത് മസ്റ്റാണ്. IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ പഠിക്കണം, പോണോഗ്രഫി, ചൈൽഡ് പോണോഗ്രഫി, സെൻഡിങ് ഒബ്സീൻ കണ്ടന്റ് 67 സെക്ഷൻ 67AB, പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, മുഴുവൻ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകാം. ഓക്കെ, മസ്റ്റാണ്. ഓക്കെ, അടുത്തത് സെക്കൻഡ് പ്രയോറിറ്റിയിലാണ് BNS, BSA. ഇത് പഠിക്കേണ്ട എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്യുക. നിങ്ങളെല്ലാവരും പഠിക്കുന്ന രീതിയുണ്ട്. സെക്ഷൻ്റെ നമ്പർ പഠിക്കും, സെക്ഷൻ പഠിക്കും, തിരിച്ചു പഠിക്കുക. ആദ്യം സെക്ഷൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. ആദ്യം സെക്ഷൻ്റെ ഡെഫിനിഷൻ, പിന്നെ എന്ത് ചെയ്യുക, പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെക്ഷൻ പഠിക്കേണ്ടത്. ആദ്യം ഡെഫിനിഷൻ, പിന്നെ സെക്ഷൻ. സെയിം ഇങ്ങനെ പഠിക്കുക. ഇങ്ങനെ പഠിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചു പഠിക്കും. അപ്പോൾ നിങ്ങൾ നമ്പർ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കോണ്ടന്റ് മനസ്സിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് BNS 2/14 ഇഞ്ചുറിയെ പറ്റി പറയുന്നത്, എന്താണ് പരിക്കെന്ന് പറയുന്നത്. 28 പൊതുസേവകനെ പറ്റി, 3/5 എന്ത് പറയുന്നു, ആൾക്കൂട്ട മർദ്ദനങ്ങളും മറ്റ് അതിൻ്റെ ശിക്ഷകളും കാര്യങ്ങളും. 4-11 ശിക്ഷകളെ പറ്റി പറയുന്നു.
14 പറയുന്നു, 15. ഇതിങ്ങനെ പഠിക്കുന്ന, ഇതിങ്ങനെ നോക്കുക. അപ്പം തിരിച്ചു നോക്കുക, ആൾക്കൂട്ട മർദ്ദനങ്ങളെ പറ്റി, ആൾക്കൂട്ട കുറ്റകൃത്യങ്ങളെ പറ്റി പറയുന്ന ഏതാണ്? അത് BNS 3-5 പറയുന്നു. ഈ ഇഞ്ചുറിയെ പറ്റി അവിടെ പറയുന്നു, അത് 2-14 പറയുന്നു. പൊതുസേവകന്മാർ ആരൊക്കെയാണ് ഇതിൽ പറയുന്നു, അത് 2-28 പറയുന്നു. ഇങ്ങനെ പഠിക്കുക. ഇങ്ങനെ പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു സാധനം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. BNSഉം BNSSഉം BSAയും അടുത്ത പ്രയോറിറ്റി കൊടുക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി ഇതാ ഈ സാധനങ്ങൾ കൊടുക്കുക. ഓക്കെ, 10 മാർക്ക് കയ്യിലിരിക്കും. പിന്നെ ഈ 10 മാർക്കിൽ നിങ്ങൾക്കൊരു 8+ മാർക്ക്, ഒരു 9 മാർക്ക് കിട്ടി. ഇതാ ഇവിടെ ഈ 10 മാർക്കിൽ നിങ്ങൾക്കൊരു 7 മാർക്ക് കിട്ടുമ്പോൾ തന്നെ 9 മാർക്കും 16 മാർക്കായി. നിങ്ങൾക്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ വരെ ഈ ഒരു മാർക്ക് മതിയാവും. ഈ രീതിയിൽ പഠിക്കുക. പിന്നെ പ്രധാനമായിട്ടും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ത് ചെയ്യുക, അതിൻ്റെ പ്രീവിയസ് വളരെ കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. വളരെ കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് പോവുക. കാരണം 2021 മുതലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. എടുത്തു വയ്ക്കുക, വർക്കൗട്ട് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പഠിക്കുക. കാരണം ഇത് പ്രീവിയസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ആ ടോപ്പിക്കിൽ നല്ല നല്ല ചോദ്യങ്ങൾ, ഈവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പോലും എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് നല്ലൊരു മാർക്കിലേക്ക് എത്താനുള്ള അവസാന മാർഗ്ഗമാണ് ഈ പറഞ്ഞു തരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് മാത്രമേ നമ്മളതിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യം എന്താണ്, നമ്മുടെ CPയുടെ ക്രാഷ് ബാച്ച് വളരെ സക്സസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കൊരു അസിസ്റ്റൻസ് വേണം. കാരണം ഈ രീതിയിലാണ് ഇപ്പോൾ ക്ലാസ്സുകൾ പോകുന്നത്, ഈ രീതിയിലാണ് ഇപ്പോൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും എന്താ 8281223366 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ബാച്ചിൻ്റെ ഭാഗമാകാം. കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ. റിസ്ക് എടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഈ രീതിയിലുള്ള ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ സൂപ്പർ നോട്ട്സ് കിട്ടുന്നുണ്ട്. സൂപ്പർ നോട്ട്സിലെ ക്ലാസ്സുകളും നമ്മൾ പറഞ്ഞ ടോപ്പിക്കുകളായിട്ട് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് ഉണ്ടാകും. അപ്പോൾ ആ ബാച്ചിൽ ഞാനും മെൻറ്ററാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് കടന്നു വരിക. എല്ലാവർക്കും നല്ലൊരു പരീക്ഷാകാലം നേരുന്നു. നന്നായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കുക, വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചതിന് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടോ എന്ന് പറയുന്നത് പോലും. അങ്ങനെ എന്ത് ചെയ്യുക, അത് പഠിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജോലിയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. അപ്പോൾ ശരി, വീണ്ടും കാണാം. ഓക്കെ.